സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സാർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തതാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. പ്രതിപക്ഷ നേതാവ് ഒന്ന് പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി അതൊന്ന് കടത്തി പറഞ്ഞു. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഇതോടെ വാക്പോര് രാഷ്ട്രീയ പോരായി, തെരുവിലേറ്റുമുട്ടലായി. പരസ്പര ബഹുമാനത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് പോരടിച്ച ഇരുവരും വെല്ലുവിളികളിലേക്ക് കടന്നു. പരസ്പരം മത്സരിച്ച് മിടുക്ക് തെളിയിക്കാമെന്നുവരെയായി. എന്നാൽ ആ അപകടം സതീശൻ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കി. ഇദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം. ഒടുവിൽ മഞ്ഞുരുകുകയാണ്. സംഘിക്കുട്ടിയെന്ന് എന്നെ വിളിച്ചു. ഞാനങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞില്ലല്ലോ. ഞാനെന്തായാലും മതിയാക്കി. ഇനി അയാൾക്ക് അവിടെ നിയമത്തൊന്ന് മത്സരിക്കാതിരിക്കുകയോ എന്തുകൊണ്ടോ ചെയ്തിട്ട്. നിയമത്ത് മത്സരിക്കാനുള്ള ശിവൻകുട്ടിയുടെ വെല്ലുവിളി സതീശൻ മുന്നേ തള്ളിയതോടെ അതിലും ഒരു തീരുമാനമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.